ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അതിഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് ഹൈപ്പ് അടിക്കാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ല്ലേ? മിക്കവാറും ഭർത്താക്കന്മാരുടെ അമ്മമാർ, അതായത് അമ്മായമ്മമാർ, മരുമകന്റെ അടുത്ത് പല തന്ത്രങ്ങളും വിദ്യകളുമൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു കാര്യം മിക്കവാറും അമ്മായമ്മമാർ ചെയ്യാറില്ല. എന്നാലും ഈ കഥയിലെ അമ്മായമ്മ നമ്മളീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒത്തിരി ഉയരെയാണ്. അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. എന്റെ പേര് സുജിത്ത്. എനിക്ക് 28 വയസ്സ് കഴിഞ്ഞു. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷം മാത്രമേ ആകുന്നുള്ളൂ. കൊച്ചിയിലെ ഒരു പ്രമുഖ സ്വകാര്യ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്റെ കല്യാണക്കാരും വീട്ടിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബ്രോക്കർമാർ വീട്ടിൽ കയറിയിറങ്ങി. പലയിടത്തും ഞാൻ പെണ്ണ് കാണാൻ പോയി. ചിലയിടത്ത് ചെല്ലുമ്പോൾ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടില്ല. വേറെ ചിലയിടത്ത് എനിക്ക് പെൺകുട്ടിയെ കണ്ടാൽ ഒരു ആകർഷണം തോന്നില്ല. പിന്നെ ചിലയിടത്ത് ജാതകം ചേരില്ല. അങ്ങനെ പെണ്ണ് കാണൽ ഒരു ചടങ്ങുപോലെയായി മാറി. എനിക്കും അച്ഛനും അമ്മയ്ക്കും ആകെ മടുപ്പായി. കാര്യം എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ച പോലൊരു പെൺകുട്ടിയെ എങ്ങും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഇനിയിപ്പോ അഥവാ എവിടെയെങ്കിലും കണ്ടെത്തിയാൽ തന്നെ ഒന്നുകിൽ അവർക്ക് വലിയ ഡിമാൻഡായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ വരും. അങ്ങനെ ആകെ നിരാശയിലായിരിക്കുന്ന സമയത്താണ് എന്റെ ജീവിതത്തിലേക്ക് എന്റെ ഭാര്യ കടന്നുവരുന്നത്. കുറച്ചുനാൾ മുമ്പ് ഞങ്ങളുടെ വിവാഹത്തിന് കാരണമായ ഒരു സംഭവം നടന്നു. ഞങ്ങളുടെ സമുദായത്തിന്റെ വലിയൊരു മീറ്റപ്പ് തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഞാനും അച്ഛനും അമ്മയും കൂടി അതിനു പോയി. വലിയൊരു ഹാളിൽ ഒരുപാട് ആളുകൾ വന്നൊരു ഗംഭീര പരിപാടിയായിരുന്നു അത്. അവിടെ വെച്ചാണ് തിളങ്ങുന്ന നല്ല ഒന്നാന്തരം കാഞ്ചീപുരം പട്ടുസാരിയൊക്കെ ഉടുത്ത് നിറയെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് വെളുത്തു തുടുത്ത് വളരെ പ്രൗഢയായ ഒരു സ്ത്രീ എന്റെ അടുത്തേക്ക് വന്നത്. അവരെന്നെ വന്ന് പരിചയപ്പെട്ടു. ഭാവന എന്നായിരുന്നു അവരുടെ പേര്. മോന്റെ പേരെന്താ? എവിടെയാ മോന്റെ വീട്? എന്നൊക്കെ അവർ വളരെ സ്നേഹത്തോടെ എന്നോട് ചോദിച്ചു. ഞാൻ വളരെ വിനയത്തോടെ ഉത്തരം പറഞ്ഞു. എന്റെ പേരും ഊരുമൊക്കെ ഞാൻ കൃത്യമായി അവരോട് പറഞ്ഞു. മോന്റെ ജോലി എന്താ എന്ന് അവർ വീണ്ടും ചോദിച്ചു. ഞാൻ കൊച്ചിയിലൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ആന്റി എന്ന് പറഞ്ഞ് എന്റെ ജോലിയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. മോന്റെ കല്യാണം കഴിഞ്ഞതാണോ എന്നവർ ചോദിച്ചപ്പോൾ ഞാനൊരു ചിരിയോടെ പറഞ്ഞു, ഇല്ല ആന്റി, ഞാനാണെങ്കിൽ ഒത്തിരി പെണ്ണ് കാണാനൊക്കെ പോയി, ഒന്നും ശരിയായില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? എവിടെയാണ് കുഴപ്പം? അവർക്ക് വലിയ താൽപ്പര്യമായി. അല്ല, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്കെന്റെ മനസ്സിനിഷ്ടപ്പെട്ട, ഞാൻ ആഗ്രഹിക്കുന്ന പോലൊരു പെൺകുട്ടിയെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതാണ് സത്യം, ഞാൻ തുറന്നു പറഞ്ഞു. അത് കേട്ടതും അവർ പെട്ടെന്ന് ഹാളിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് ചോദിച്ചു, ആ ദേ, അവിടെ നിൽക്കുന്നൊരു പെൺകുട്ടിയെ കണ്ടോ? ആ മഞ്ഞ ചുരിദാർ ഇട്ട് നിൽക്കുന്ന കുട്ടി. ഞാൻ അങ്ങോട്ട് നോക്കി. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. ഞാൻ കണ്ടു ആന്റി, ഞാൻ പറഞ്ഞു. ആ, അവൾ എങ്ങനെയുണ്ട്? അവർ വളരെ ആകാംക്ഷയോടെ ചോദിച്ചു. അതെന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? എനിക്ക് ശരിക്കും കാര്യം മനസ്സിലായില്ല. അല്ല, പൊതുവെ ഒന്ന് പറ. അവൾ സുന്ദരിയാണോ അല്ലയോ? തന്റെ ആ ഒരു കൺസെപ്റ്റിന് പറ്റിയ ഒരു പെൺകുട്ടിയാണോ അവൾ എന്നുള്ളത് പറ. അവർ വിടാൻ ഭാവമില്ലായിരുന്നു. ഞാൻ ഒന്നുകൂടി അവളെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, നല്ലൊരു പെൺകുട്ടിയാണല്ലോ. നല്ല ലുക്കുണ്ട്. ആ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. മോന് നാളെന്താ? അവർ ചോദിച്ചു. ഞാൻ എന്റെ നാളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊടുത്തു. ആ, എങ്കിൽ ആ പെൺകുട്ടി സുന്ദരിയാണെങ്കിൽ അവളെ ആലോചിക്കുന്നതിൽ മോന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ നമ്മുടെ സമുദായത്തിലെ ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവളെ ആലോചിക്കാമെന്ന് അവർ വളരെ പെട്ടെന്നങ്ങ് പറഞ്ഞു. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, അതാരാ, ആന്റിയുടെ മോളാണോ? അതെ, എന്റെ മൂത്ത മോൾ മാളവികയാണത്. ഞാനും എന്റെ മോൾക്ക് പറ്റിയ അവളുടെ കൺസെപ്റ്റിൽപ്പെട്ട ഒരാണിനെ തേടി നടക്കുകയായിരുന്നു. അവള് കുറെ ചെക്കന്മാര് വന്നു കഴിഞ്ഞപ്പോഴേക്കും വേണ്ടാന്ന് പറഞ്ഞു ഒഴിവാക്കി. അവൾക്കങ്ങനെ പ്രേമിക്കാനുള്ള കപ്പാസിറ്റിയൊന്നുമില്ല. ഞാൻ അവളോട് പറഞ്ഞതാണ്, ഏട്ടി, നീ ഒരുത്തനെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. പക്ഷെ എന്തു ചെയ്യാനാണ്? അവളത് കേൾക്കില്ല. ഞാൻ തന്നെ അവളുടെ ആ ഒരു കൺസെപ്റ്റിൽപ്പെട്ട ഒരാണിനെ കണ്ടുപിടിച്ചു കൊടുക്കണം എന്നാണ് അവൾ പറയുന്നത്. ആളിത്തിരി ഹോട്ട്സ്പാട്ടാണ് കേട്ടോ. പക്ഷേ എന്തു ചെയ്യാനാണ്, ഈ പ്രേമിക്കുന്ന കാര്യത്തിൽ അവൾക്ക് യാതൊരു മിടുക്കുമില്ല. എന്തായാലും മോൻ ഞങ്ങളുടെ വീട്ടിൽ അവളെ ഒന്ന് കാണാൻ വരാമോ? നമുക്കിതെന്തായാലും ഒന്ന് ആലോചിക്കാം, അവർ വളരെ നിർബന്ധത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആന്റി, എന്റെ അമ്മയും അച്ഛനുമൊക്കെ ഇവിടെ തന്നെയുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ആ, അതിനെന്താ, നമുക്ക് പരിചയപ്പെടാമല്ലോ എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ വന്നു. അങ്ങനെ എന്റെ അമ്മയും അച്ഛനും അവരുമായി അവിടെ വെച്ച് പരിചയപ്പെട്ടു. പറബർത്തീതെ അവരായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകൾ. വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ നീങ്ങിയത്.
എന്തായാലും ആ മീറ്റപ്പ് കഴിഞ്ഞ അടുത്ത ഞായറാഴ്ച തന്നെ ഞാൻ എന്റെ കുടുംബസമേതം പെണ്ണ് കാണാൻ അവരുടെ വീട്ടിൽ പോയി. വലിയൊരു വീടായിരുന്നു അവരുടേത്. നല്ല ചുറ്റുമതിലൊക്കെയുള്ള ഒരു ബംഗ്ലാവ്. പെണ്ണ് കണ്ടു, സംസാരിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് തോന്നി. എല്ലാം കൊണ്ടും എനിക്ക് ചേരും. അവൾക്ക് എന്നെയും ഒരുപാടിഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം ശരിക്കും ഒരു 30 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ഗംഭീരമായി നടന്നു. കാര്യം അവരും ആ കല്യാണം നടത്താൻ റെഡിയായിരുന്നു. ഞങ്ങളും കല്യാണമൊക്കെ എല്ലാവരോടും പറഞ്ഞ് റെഡിയാക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പെണ്ണ് സെറ്റായാൽ മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. ഇനി അവളുടെ ഫാമിലിയെക്കുറിച്ച് പറയാം. എന്റെ അമ്മായപ്പൻ രാജൻ ഗൾഫിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം വലിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം വല്ലപ്പോഴും മാത്രമേ നാട്ടിൽ വരൂ. ഞങ്ങളുടെ കല്യാണത്തിന് അദ്ദേഹം നാട്ടിൽ വന്നിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം തിരിച്ചുപോവുകയും ചെയ്തു. പിന്നെ മാളവികയെയും അവളുടെ അനിയനെയും വളർത്തിപ്പഠിപ്പിച്ച് ഇത്രയും നാളും എല്ലാം മാനേജ് ചെയ്തത് എന്റെ അമ്മായമ്മ ഭാവനയാണ്. അവർക്കിഷ്ടം പോലെ ഭൂസ്വത്തുക്കളൊക്കെയുണ്ട്. സ്വത്തിന്റെ കാര്യത്തിൽ അവരെ വെല്ലാൻ അടുത്തെങ്ങും ആരുമില്ല. അത്രയ്ക്ക് സമ്പന്നയാണവർ. എന്നാൽ അതിന്റേതായ യാതൊരു ജാടയുമില്ലാത്ത പ്രകൃതമാണ്. പക്ഷെ കെട്ടിലും മട്ടിലും നടപ്പിലുമൊക്കെ പണമുള്ള ആളാണെന്നുള്ള രീതിയിൽ തന്നെ കാണിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. എപ്പോഴും നല്ല സ്വർണ്ണമിടുക, കൃത്യമായി മേക്കപ്പ് ഇടുക, വില കൂടിയ സാരികൾ ഉടുക്കുക, അങ്ങനെയൊക്കെ അവർ ചെയ്യും. അത് പിന്നെ അവർക്കുള്ളതുകൊണ്ടല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും എല്ലാവരോടും നല്ല സ്നേഹമൊക്കെയാണവർക്ക്. അതുകൊണ്ടുതന്നെ അവർ അങ്ങനെ വില കൂടിയ സാധനങ്ങൾ ഇട്ടു നടന്നെന്നു പറഞ്ഞാലും നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചുരുക്കം പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ ഭാര്യ മാളവികയേക്കാൾ എനിക്ക് കൂടുതൽ സഹായവും ആശ്വാസവും എന്റെ അമ്മായമ്മയായിരുന്നു. എന്റെ സ്വന്തം അമ്മ പോലും പല കാര്യങ്ങളിലും എനിക്ക് വലിയൊരു നിർദ്ദേശമൊന്നും തരാറില്ല. അമ്മായമ്മ അങ്ങനെയല്ല. എന്റെ എല്ലാ കാര്യത്തിലും എനിക്ക് നല്ല ഗൈഡൻസാണ് അവർ നൽകുന്നത്. അവർക്ക് പിന്നെ പണം കൊണ്ട് വേണമെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. അങ്ങനെ വളരെ സന്തോഷകരമായൊരു ദാമ്പത്യജീവിതമായിരുന്നു എന്റേത്. വൈഫ് മാളവിക ഈ പറഞ്ഞതുപോലെ ഇത്തിരിയൊരു മരം കയറിയാണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണെങ്കിലും എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് ചില സമയത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമെങ്കിലും ബാക്കിയുള്ള സമയത്ത് അവൾ വളരെ സന്തോഷവതി തന്നെയാണ്. ഞാനും അവളും കൂടി ഒരു തീരുമാനമെടുത്തിരുന്നു. ഉടനെ ഒന്നും കുട്ടികൾ വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാനും ഭാര്യയും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചു. എന്തായാലും വിവാഹം കഴിഞ്ഞൊരു 2-3 വർഷമെങ്കിലും ഞങ്ങൾക്ക് അടിച്ചുപൊളിക്കണം. അതായിരുന്നു ഞങ്ങളുടെ വലിയൊരു ആശ. അങ്ങനെ തന്നെ ഞങ്ങളുടെ പ്ലാനിങ്ങുകൾ വളരെ സ്മൂത്തായി മുന്നോട്ടുപോയി. പക്ഷേ കല്യാണം കഴിഞ്ഞ് 7-ാം മാസം എന്റെ ജീവിതത്തിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് സംഭവിച്ചു. കാര്യം ഞങ്ങളുടെ ഓഫീസിലെ ജനറൽ മാനേജറായിരുന്ന ആൾ റിട്ടയറായിപ്പോയി. പുള്ളി വലിയൊരു ശല്യമായിരുന്നു. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് പുതിയൊരു ജനറൽ മാനേജർ വന്നു. രാധിക എന്നായിരുന്നു അവരുടെ പേര്. അതൊരു സ്ത്രീയായിരുന്നു. ആ വലിയ പോസ്റ്റിനു പറ്റിയ സൗന്ദര്യവും ഗാംഭീര്യവും രൂപവും ഭാവവും സ്വഭാവവുമൊക്കെയുള്ള ഒരു കിടിലൻ വ്യക്തിത്വം. കണ്ടാൽ ആർക്കും ഒരു റെസ്പെക്റ്റ് തോന്നും. അവരെ ഓഫീസിലെ എല്ലാവർക്കും വളരെ വേഗം വലിയ കാര്യവുമായി മാറി. ജോലി സമയത്ത് അവർ വളരെ സ്ട്രിക്റ്റാണ്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പേഴ്സണൽ കാര്യം പറഞ്ഞാലും വളരെ അനുഭാവപൂർവ്വം അവർ കേൾക്കും. ലീവോ മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ പരിഗണിക്കും. മുമ്പിരുന്ന ജനറൽ മാനേജർ ഇങ്ങനെയായിരുന്നില്ല. കുറച്ച് ഒരു ചൊറിച്ചിലുള്ള ആളായിരുന്നു. ലീവ് ചോദിച്ചാൽ തരികയുമില്ല. ഈ രാധിക മാഡം വന്നതോടുകൂടി ഓഫീസിന്റെ മൊത്തം അന്തരീക്ഷം തന്നെ മാറിമറിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി കുറേയധികം കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്റ്റാഫിനു വേണ്ടിയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. അതോടുകൂടി മാഡത്തിനോട് ഓഫീസിലെ എല്ലാവർക്കും കൂടുതൽ ബഹുമാനവും സ്നേഹവുമൊക്കെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാധിക മാഡം ഓഫീസിൽ വന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടിയിട്ട് ചോദിച്ചു, നമ്മുടെ ഇവിടെ ഓഫീസ് ഫംഗ്ഷൻസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് നടത്താറില്ലേ? അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഉണ്ട് മാഡം, വല്ലപ്പോഴുമൊക്കെ ഓരോ പരിപാടികളുണ്ടാകും. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, മാഡം പറഞ്ഞു, നമുക്ക് ആദ്യമായി ഒരു ഫാമിലി മീറ്റ് വെക്കാം. നമ്മുടെ ഓഫീസിലെ ഇവിടുത്തെ സ്റ്റാഫിന്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും കൂടെ കൊണ്ടുവന്നു വരുന്ന ശനിയാഴ്ച വൈകുന്നേരം നമുക്കൊരു വലിയ പാർട്ടി നടത്താം. മദ്യമൊന്നുമില്ല, നല്ല അടിപൊളി ഭക്ഷണം. അതും കൂടാതെ കുറച്ച് പാട്ട്, ഡാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് ഡാൻസ് കളിക്കാം, പാട്ടുപാടാം. എങ്ങനെ കൊള്ളാമോ എന്ന് ചോദിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമായി. മാഡം പ്രത്യേകം പറഞ്ഞു, എല്ലാവരും കപ്പിൾസായിട്ട് തന്നെ വരണം. പിന്നെ അച്ഛനെയോ അമ്മയെയോ കുട്ടികളെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി വരുന്ന ചെലവൊക്കെ നമ്മുടെ ഓഫീസ് ഫണ്ടിൽ നിന്ന് തന്നെ എഴുതിയെടുക്കാനുള്ള ഓപ്ഷനുണ്ടായിരുന്നു. പക്ഷെ ഇതിനു മുൻപ് ഇവിടെ ആരും അങ്ങനെയൊരു പരിപാടി നടത്തിയിരുന്നില്ല. നമുക്കത് എന്തായാലും ഗംഭീരമായി ആഘോഷിക്കാമെന്ന് മാഡം പറഞ്ഞു.
അങ്ങനെ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നും യാതൊരു പിരിവൊന്നുമില്ലാതെയാണ് ആദ്യമായി ആ ഫംഗ്ഷൻ കമ്പനി സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ ഓഫീസിന്റെ മുകളിലത്തെ നിലയിൽ വലിയൊരു ഹാളിൽ തന്നെയായിരുന്നു അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് എന്റെ ഭാര്യ മാളവികയും ഞാനും എല്ലാം കൂടെ ഓഫീസിനവിടെ പാർട്ടിക്ക് വരുന്നത്. വൈഫിനും ആ ഫാമിലി മീറ്റ് എന്ന കൺസെപ്റ്റ് ഒത്തിരി ഇഷ്ടായി. ഈ ഫംഗ്ഷനു പോകാൻ വേണ്ടിയിട്ട് അവൾ എന്നെയും കൂട്ടി വലിയൊരു മാളിൽ പോയി. എനിക്ക് നല്ലൊരു ഷർട്ടും അതും നല്ലൊരു പാർട്ടി വെയർ പിന്നെ നല്ലൊരു പാന്റും എന്റെ ഭാര്യ മാളവിക തന്നെയാണ് സെലക്ട് ചെയ്തത്. അവൾക്ക് എന്റെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര നിർബന്ധമാണ്. ഡ്രസ്സ് എടുത്ത് അന്നേരം ഞാൻ ട്രയൽ റൂമിൽ പോയി ഇട്ടു നോക്കിയപ്പോൾ എനിക്കത് കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്തു. ഇത് ഭയങ്കര ടൈറ്റാണ് വേണ്ട എന്ന് ഞാൻ അവളോട് പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞു അതൊന്നും സാരമില്ല, ഇത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്, ശരീരത്തോട് ഒട്ടി നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഫാഷൻ, നല്ല കംഫർട്ടബിളാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ ഡ്രസ്സ് എടുത്തത്. പക്ഷെ ഫംഗ്ഷന്റെ അന്ന് വൈകുന്നേരം വീട്ടിൽ വെച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും എന്തോ ഒരു വല്ലാത്ത പ്രശ്നം തോന്നി. കാര്യം നല്ല ടൈറ്റാണ് പാന്റും ഷർട്ടും. മുൻവശത്തൊക്കെ എന്തോ എനിക്കൊരു ജാള്യത തോന്നുന്ന രീതിയിലുള്ള ഒരു ഫിറ്റിംഗ് ആയിരുന്നു അത്. ഷർട്ടാണെങ്കിൽ നെഞ്ചോടൊട്ടി നിൽക്കുന്നു. എനിക്കാകെ ചമ്മലായി. പക്ഷെ എന്നെ കണ്ടതും എന്റെ വൈഫ് മാളവിക എന്നോട് പറഞ്ഞു, വാവ്, സൂപ്പറായിട്ടുണ്ട്, ഭയങ്കര ഹാൻസമായിട്ടുണ്ട്. ഞാൻ ആകെ ചമ്മി ചോദിച്ചു, എടി ഇതാരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്ന രീതിയിൽ വല്ലാണ്ട് ടൈറ്റാണല്ലോ എന്ന്. അപ്പൊ എന്നോട് വൈഫ് കുസൃതിയോടെ എന്നൊന്ന് നുള്ളിക്കൊണ്ടു പറഞ്ഞു, അവരൊക്കെ ശ്രദ്ധിക്കട്ടെടാ, എന്റെ ഭർത്താവിനെ കണ്ട് അവരൊന്ന് അസൂയപ്പെടട്ടെ, അതിനെനിക്കൊരു കുഴപ്പവുമില്ല. എപ്പോഴും പെണ്ണുങ്ങൾ മാത്രം സെക്സിയായിരുന്നാ മതിയോ ചേട്ടാ? ആണുങ്ങൾക്ക് വേണ്ടേ ഇങ്ങനത്തെ സെക്സി ലുക്ക്? എട്ടി ഓഫീസിലെ പരിപാടിയാണ്, അവിടെ ഇത് ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ആ ശരിയാകും, ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ വെറുതെ പേടിക്കാതെ സൂപ്പറായിട്ടുണ്ട്. എന്നിട്ട് അവൾ ഉടനെ അമ്മായിമ്മ ഭാവനെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒന്ന് നോക്കിക്കേ ഇദ്ദേഹം എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ അന്നേരം പാർട്ടിക്കായി ഒരുങ്ങാൻ അവളുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. അപ്പൊ അമ്മായിമ്മ ഭാവന വന്നിട്ട് എന്നെ അടിമുടിയൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാടാ മരുമോനെ, സൂപ്പറായിട്ടുണ്ട്. നിന്നെ കണ്ടാൽ പഴയ തെലുങ്ക് നടന്മാരുടെ ഒരു ലുക്കൊക്കെയുണ്ടെന്നും. ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, പഴയ തെലുങ്ക് നടന്മാരുടെ ലുക്കോ? അതൊക്കെ ഏതാ അമ്മേ? എടാ, പഴയ തെലുങ്ക് നടന്മാർ ആരാണെന്ന് നിനക്കറിയാമോ? ചിരഞ്ജീവി, ബാലകൃഷ്ണ, നാഗാർജുന, വെങ്കടേഷ്, അവരൊക്കെ ഇപ്പോഴും നല്ല സൗന്ദര്യമുള്ളവരാണ്. ആ ഒരു സ്റ്റൈലുണ്ട് നിനക്കിപ്പോൾ എന്ന് ഭാവനയമ്മ പറഞ്ഞു. ഓ, അമ്മക്ക് ഈ തെലുങ്ക് സിനിമയെക്കുറിച്ചൊക്കെ ഇതൊക്കെ എങ്ങനെ ഇത്ര കൃത്യമായി അറിയാം? ഞാൻ ചോദിച്ചു. എടാ, ഞാൻ കുറേനാൾ പണ്ട് ആന്ധ്രാപ്രദേശിലായിരുന്നു താമസം. നിനക്കറിയില്ലേ അവിടുത്തെ കാര്യങ്ങൾ എന്നവർ ചോദിച്ചു. അമ്മക്ക് തെലുങ്ക് സിനിമ വളരെ ഇഷ്ടമാണ്. തെലുങ്കൊക്കെ നല്ല പച്ചവെള്ളം പോലെ അവർ സംസാരിക്കും. എന്തായാലും അമ്മ പറഞ്ഞത് ശരിയാണ്, പഴയ തെലുങ്ക് നടന്മാരുടെ ആ ഒരു ബോഡി ഫിറ്റ് ലുക്ക് സൂപ്പറാണ്. എന്തായാലും അവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ ആ ഫംഗ്ഷനിൽ പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ജാള്യതയുണ്ടെങ്കിലും ആരും അങ്ങനെ എന്നെ കാര്യമായി ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാരും എന്റെ പുതിയ ലുക്കിനെയും ഷർട്ടിനെയും ഒക്കെ അഭിനന്ദിച്ചു. പക്ഷെ ആരും അങ്ങനെ അത് കാര്യമായിട്ടെടുത്തില്ല. അപ്പോൾ വൈഫ് എന്റെ ചെവിയിൽ വന്ന് പതുക്കെ പറഞ്ഞു, കണ്ടോ, നിങ്ങളെന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് പേടിച്ചത് കണ്ടില്ലേ? ഇവിടെ എല്ലാവരും കണക്കാണ്. മറ്റുള്ള ആണുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, അവരും ഇതുപോലെ തന്നെയല്ലേ ഡ്രസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ വലിയ ഇതുണ്ടെന്ന് ഭാവിച്ചു നടക്കാത്ത മനുഷ്യ എന്ന് പറഞ്ഞ് അവൾ കളിയാക്കി. ഞാനും അത് കേട്ട് ചിരിച്ചു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ രാധിക മാഡം വന്ന് ഞങ്ങളെ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ പരിചയപ്പെട്ടു. ഒരു 10 മിനിറ്റോളം അവർ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. സംസാരിക്കുന്നതിനിടയിൽ എന്റെ ഭാര്യയോട് രാധിക മാഡം പറഞ്ഞു, ആഹാ കൊള്ളാലോ, നല്ല സൗന്ദര്യമുള്ളൊരു ഭർത്താവിനെയാണല്ലോ തനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഭാര്യ ലജ്ജിച്ച് മുഖം കുനിച്ചൊന്ന് ചിരിച്ചു. പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നപ്പോ ഭാര്യ എന്റെ അടുത്ത് ചെറിയൊരു കംപ്ലൈന്റ് പറഞ്ഞു. കണ്ടോ, നിങ്ങളെ കണ്ടപ്പോൾ സുന്ദരനാണെന്ന് മാഡം പറഞ്ഞു. പക്ഷേ ഞാൻ ഇത്രയും ഒരുങ്ങിക്കെട്ടിപ്പോയി ചെന്നിട്ടും എന്നെ കണ്ടിട്ട് അവർ സുന്ദരിയാണെന്ന് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്നവൾ പരിഭവിച്ചു. ഞാൻ അവളെ ചേർത്തുപിടിച്ചു പറഞ്ഞു, നീ അതോർത്ത് വിഷമിക്കാതെ ക്ഷമിക്ക്. കാര്യം അവരൊരു സ്ത്രീയല്ലേ. സ്ത്രീ സഹജമായ ചെറിയൊരു അസൂയ ആർക്കായാലും കാണില്ലേ? നിന്നെപ്പോലൊരു സ്വപ്നസുന്ദരിയെ നേരിട്ട് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഉള്ളിന്റെയുള്ളിൽ അസൂയ തോന്നിക്കാണും. പിന്നെ അവർക്ക് 10-40 വയസ്സുള്ള സ്ത്രീയല്ലേ, നീ നല്ല ചെറുപ്പക്കാരിയല്ലേടി, അതാണവർ പറയാതിരുന്നത് എന്നു പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചു. ആണോ ചേട്ടാ? പിന്നെ എന്റെ ഈ സൗന്ദര്യം കണ്ട് ഞാൻ ആദ്യമേ മയങ്ങിയിട്ടല്ലേ നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞ് അവൾ എന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ ശരിക്കും അത് കേട്ട് ഞെളിഞ്ഞിരുന്നു. പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെ പൊക്കി പറഞ്ഞെങ്കിലല്ലേ അവർക്ക് സന്തോഷമാവുകയുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ എന്റെ ഭാര്യ മാളവിക നല്ല സുന്ദരി തന്നെയാണ്. രാധിക മാഡവും നല്ല സുന്ദരിയാണ് കേട്ടോ. ആ പ്രായത്തിലും അവർക്ക് നല്ല ഗ്ലാമറുണ്ട്.
എന്റെ അമ്മായമ്മ ഭാവനയും നല്ല സുന്ദരിയാണ്. എനിക്ക് എന്റെ ചുറ്റുമുള്ള എല്ലാവരെയും നല്ല സൗന്ദര്യമുള്ളവരായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിറ്റേ ദിവസം ഞാൻ സാധാരണ പോലെ ഓഫീസിൽ ചെന്നു. എന്റെ സീറ്റിലിരുന്നതും പ്യൂൺ വന്ന് പറഞ്ഞു എന്നെ രാധിക മാഡം ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നുണ്ടെന്ന്. ഞാൻ വേഗം ക്യാബിനിലേക്ക് ചെന്നു. മാഡം വലിയൊരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടതും മാഡം പറഞ്ഞു, സുജിത്, എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അല്പം പേടിയോടെയിരുന്നു. എന്താ മാഡം? ഓഫീസ് കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയോ? ഇതൊന്നും ഒഫീഷ്യലൊന്നുമല്ല, മാഡം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നലെ പാർട്ടിയിൽ കണ്ടപ്പോൾ ആളുകളുടെ തിരക്കായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പറ്റിയില്ല. അതൊന്ന് സ്വസ്ഥമായിട്ട് ചോദിക്കാന്ന് വിചാരിച്ചു വിളിച്ചതാണ്. പിന്നെ അവരെന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സുജിത്തിന്റെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? വൈഫിന്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? അവർക്ക് വേറെ മക്കൾ ആരെങ്കിലുമുണ്ടോ? എന്നൊക്കെ വളരെ വിശദമായി ചോദിച്ചു. ഞാൻ എന്റെയും ഭാര്യയുടെയും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒളിക്കാതെ തന്നെ പറഞ്ഞു. അതൊക്കെ കേട്ടുകഴിഞ്ഞിട്ട് അവർ കുറച്ചുനേരം മൗനമായിരുന്നിട്ട് എന്നോട് ചോദിച്ചു, സുജിത്തിന് എന്റെ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ചിട്ട് എന്തെങ്കിലും അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകിച്ച് കൂടുതലൊന്നും അറിയില്ല മാഡം. മാഡം മാരീഡല്ലേ? മാഡം ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, ഞാൻ മാരീഡായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഡൈവോഴ്സാണ്. എനിക്കൊരു പെൺകുട്ടിയാണുള്ളത്. അവൾ ഇപ്പോൾ ഊട്ടിയിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അവളുടെ അച്ഛനും കൂടെയാണ് ഒരുപോലെ അവളുടെ ചെലവെടുക്കുന്നത്. എന്റെ ഭർത്താവ് വേറൊരു കല്യാണം ഒക്കെ കഴിച്ച് പുതിയൊരു ഫാമിലിയായി. അദ്ദേഹവും ഭാര്യയും തമിഴ്നാട്ടിൽ ചെന്നൈയിലാണ് ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, മാഡം പിന്നീട് വേറെ കല്യാണം കഴിച്ചില്ലേ? ഇല്ല സുജിത്ത്, വിവാഹജീവിതത്തോടുള്ള എന്റെ എല്ലാ ഇൻട്രസ്റ്റും എനിക്ക് നഷ്ടപ്പെട്ടുപോയി. എനിക്കിനി വിവാഹമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ സിംഗിളായി സ്വന്തം കാലിൽ ജീവിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ശരിക്കും ഞാൻ സിംഗിളാണ്. പിന്നെ ഞാനിവിടെ കൊച്ചിയിലൊരു ഫ്ളാറ്റ് എടുത്താണ് താമസിക്കുന്നത്. അവിടെ തനിയേയുള്ളൂ. രാവിലെ വീട്ടുജോലിക്കൊക്കെ സഹായിക്കാനൊരു ജോലിക്കാരി വരും. അങ്ങനെയാണ് എന്റെ ഇപ്പോഴത്തെ ജീവിതം.